എത്ര സമയം എന്നെ വിളിക്കുന്നത്? എന്താ ഫോൺ എടുക്കാൻ നീ? ഏ എടാ നീ സാധനം വിളിക്കണം, ഞാൻ അനൗൺസ്മെന്റ് ചെയ്യാന്ന്. ആ ഏ എടാ നീ എന്ത് പരിപാടി? സാധനം മണിക്ക് വൈകുന്നേരമാവും, ശവസംസ്കാരം ചെയ്യാൻ എടുക്കാൻ വേണ്ടി വൈകുന്നേരമാവും. അപ്പൊ സാധനം വേണം കേട്ടാ. ആ ആര് കാണണ്ട, നീ തൊട്ട് വെക്കാല്ലത് അടുക്കളയിൽ നിന്ന് കുറച്ച് മേടിച്ചോ. ഞാൻ പറഞ്ഞു പറയാം, സമയമില്ല. ആയിടാ, വെക്ക് വെക്ക്, ഫോൺ വെക്കറ. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചപ്പാരപ്പറമ്പിൽ കുച്ചാരം വീട്ടിൽ വേലായുധേട്ടൻ വാർദ്ധക്യ സഹജ അസുഖത്താൽ തന്റെ 99-ാം വയസ്സിൽ നിര്യാതനായ വിവരം വ്യസന സമേതം ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ആയതിനാൽ ഇന്ന് വൈകുന്നേരം നടക്കുന്ന ശവസംസ്കാര ചടങ്ങിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മുഴുവൻ നാട്ടുകാരും സുഹൃത്തുക്കളെ ക്ഷണിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. രാട്ടാ പോയി രാട്ടാ. പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ചാരം വീട്ടിൽ വേലായുധേട്ടൻ മരിച്ച വിവരം വ്യസന സമേതം അറിയിക്കുന്നു. ഇല്ല, ആശുപത്രിയിലൊന്നും അഡ്മിറ്റ് ആയിരുന്നില്ല. ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നാണ് രാത്രി. 2 മണി കഴിഞ്ഞപ്പോ ഒരു പ്രയാസം പോലെ കാട്ടി. ഞാൻ എഴുന്നേറ്റ് നോക്കി ഡോക്ടറെ വിളിച്ച്. ഡോക്ടർ വന്ന് നോക്കിയപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായി. ഇല്ല, അറിയിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കാം കേട്ടോ. വരട്ടാ. അച്ഛൻ മരിച്ചു വരും പഞ്ചായത്തിൽ മൊത്തം അനൗൺസ്മെന്റ് ചെയ്ത് അറിയിച്ചു. ഒരു കൊഴുപ്പിന് ഞാൻ പറഞ്ഞു അച്ഛൻ പഴയ KPSC നാടകക്കാരനാണെന്ന്. അപ്പൊ പീഡിയക്കാരൻ നാരായട്ടൻ പറയുന്നത് നാടകം കാണാൻ പോലും പറ്റില്ലാന്ന്. ആ ശരി തന്നെയാ? നീ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞത്? അത് പറയാൻ നിന്നോട് പറഞ്ഞില്ല. അല്ല, അച്ഛൻ മരിച്ചല്ലോ, അറിയുന്നില്ലല്ലോ, നമുക്ക് എന്തും പറയാം. ഞങ്ങക്ക് ഇവിടെ ജീവിച്ചിരിക്കണ്ടേ? ആ വണ്ടി പൈസ വേണം, പിന്നെ അനൗൺസ്മെന്റ് ചെയ്ത് പൈസ കൊടുക്കാന്ന് പറയട്ടെ, ഒന്ന് കഴിയട്ടെ. നീജ വിവരം കേട്ടവന് എടാ കാലമാടാ. നീ ഇവനെ കൊണ്ടുപോയ നേരം കൊണ്ട് എന്നെ കൊണ്ടുപോകാൻ മേലാഞ്ഞ. എല്ലാരും ഒരു ദിവസം മരിക്കും. ഇന്ന് വേലാതേട്ടൻ, നാളെ സുമേഷ് ഏട്ടൻ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും, എല്ലാവരും സഹായിക്കാൻ വേണ്ടിട്ട്. അവിടെ ഇരിക്കാം. ഭക്ഷണം കഴിച്ച് കിടന്നതാണ്. രാത്രി ആയപ്പോ ഒരു ബഹളം പോലെ കാണിച്ചു. ചെരുപ്പിട്ട് കേട്ടോ. ഇട്ടോ അങ്ങോട്ട് പോവാ. തണലത്ത് നിൽക്കാം. ഉണ്ണി, ഒരു കസേരങ്ങ ഇവിടെ ഇരിക്കും കേട്ടോ. ഇവിടെ സത്യനൊപ്പം വരും. ഏട്ടനെ അറിയിച്ചിട്ടുണ്ട്, പോന്നോണ്ടിരിക്കാണ്. ആഹാ, ഇപ്പം വരുമല്ലേ? വരും. ഇവിടെ എത്താറായിന്ന് പറഞ്ഞു വിളിച്ചു. അവൻ എപ്പോ വന്നാലും എന്നെ കണ്ടു കഴിഞ്ഞാ ഒരു ചായക്കാശെങ്കിലും തരാതെ അവൻ പോകൂല. ഇല്ല, വരും. പറയണ്ട് പുളിങ്കോട്ടും പിക്കാസ് കൈക്കോട്ടും പടിഞ്ഞാപ്പുറം ഉണ്ടെന്ന്. ഒപ്പരം പണിയെടുക്കുന്ന ലീവാക്കി ഞാൻ പോവാത്തോണ്ട്. അപ്പുറത്ത് ശീതളമാവ് വരുന്ന.
കരഞ്ഞോണ്ട് എന്താ കാര്യം? ഇനി വേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ അതൊക്കെ കാര്യബോധത്തോടുകൂടെ ചെയ്യാ. കണ്ട് സത്യനോ? എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുറപ്പെട്ടിട്ടുണ്ട്, ഇവിടെ എത്തുന്നാ പറഞ്ഞത് ഇപ്പൊ തന്നെ. വരെയായിരിക്കും. അൻപു മാമ പിന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് എന്നോടും കൂടി ഒന്ന് ആലോചിക്കുക. ഞാനാ നിങ്ങളുടെ അമ്മാവൻ. ഉണ്ണി, അവിടെ സോഡ ഇരിപ്പുണ്ട്, ഒരെണ്ണം പൊട്ടിച്ച് സുമേഷ് ചേട്ടന് കൊടുക്ക്. എന്നിട്ട് അവിടെ കൊണ്ടുപോയി ഇരുത്തിക്കോ. സുമേഷ് ചേട്ടാ അവിടെ ഇരിക്കാം. അപ്പൊ സത്യം വരുമ്പോ എന്നോട് ഒന്ന് പറയണം കേട്ടാ. എന്നാ ഇത് കൊണ്ടേക്കോ ഉണ്ണി. അച്ഛന്റെ അടുത്ത കൂട്ടുകാരനാണ്. ആസ്ഥാനത്തെ ഗ്യാസ്. അത് വരുന്നുണ്ട്. നീ ഓരോന്ന് പറഞ്ഞ് കേൾക്കാൻ കണ്ടാ. സത്യനെവിടെ? ചേട്ടൻ വരണുണ്ട്, ഇപ്പൊ എത്തും. നീ എപ്പോ എത്താനാണ്? എല്ലാരും ഇന്നലെ തന്നെ വിളിച്ചു പറഞ്ഞപ്പോ പുള്ളി പോന്നോണ്ടിരിക്കാണ്, ഇവിടെ അടുത്ത് എത്താറായെന്ന് പറയാൻ വിളിച്ചപ്പോ. അവളോ? പെങ്ങള്? അവള് വരില്ല, ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെ ആയില്ലാന്ന്. ആ, അപ്പൊ അത് വന്നാലും അതിലേലും കാര്യമില്ല, അത് വിടും. പിന്നെ ദൂരെ ബന്ധുക്കളായിട്ട് വേറെ ആരെങ്കിലും വരാണല്ലോ? ഒരു മരണ വീടാവുമ്പോ ബന്ധുക്കളും ശത്രുക്കളൊക്കെ ഉണ്ടാവും. നമുക്ക് ആരെയും തടയാനൊന്നും പറ്റില്ലല്ലോ. ശത്രുക്കളെല്ലാം അവിടെ നിപ്പുണ്ടല്ലോ. സ്വയം അറിയണത് നല്ലതാ. അതെ, വിറകിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? വിറകെന്ന് പറഞ്ഞപ്പോ വിറകിന്റെ ആവശ്യം എന്താണ് ഇപ്പോ? പിന്നെ ദഹിപ്പിക്കാൻ പിന്നെ വിറവ് വേണ്ടാടാ. ദഹിപ്പിക്കാന്ന് തീരുമാനിച്ചോ അപ്പൊ? അമ്മാവനറിയാതെ? അല്ല അപ്പൊ പിന്നെ ഞാനേ ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് നിങ്ങൾ ഓരോന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ കാര്യം നടക്കില്ല. ഞാൻ അമ്മാവനാ. അമ്മാവൻ എന്ന് പറഞ്ഞാ നിന്റെ അമ്മയുടെ ആങ്ങള. അതെ, നിന്റെ അമ്മയുടെ ആങ്ങളയ്ക്കുള്ള അതേ വിലയും നിലയും എനിക്കും ഉണ്ട്. നിന്റെ അച്ഛന്റെ പെങ്ങളുടെ ഭർത്താവാണ് ഞാൻ. കേട്ടാ? അല്ല അമ്മാവ. അതെ, ഇപ്പൊ ഇവിടെ സാധാരണ നമ്മുടെ കുടുംബത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ മരണങ്ങൾക്കും നമ്മൾ അടക്കം ചെയ്യാണ് ചെയ്തത്. ഇപ്പൊ എന്റെ ഇഷ്ടം പോലെ എന്താണെങ്കിൽ ചെയ്യാം. അമ്മാവനതില് എതിരൊന്നും നിൽക്കില്ല. ഇവിടെ അടക്കം ചെയ്തുകൊണ്ട് എന്താണ് ഇതിൽ പ്രത്യേകിച്ചൊരു ഗുണം? അമ്മാവൻ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, അടക്കം ചെയ്യുകയാണെങ്കിൽ നാളെ നിന്റെ മക്കളോ അല്ലെങ്കിൽ സത്യന്റെ മക്കളോ അച്ചാച്ചൻ എവിടെയാണ് എന്ന് ചോദിച്ചാ ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്ക, ആ കുഴിമാടെങ്കിലും. അതാ ഞാൻ പറഞ്ഞോളൂ. ആരെങ്കിലും പറയണ വിഡിത്തം കേട്ടിട്ട് നീ എടുത്ത് ചാടരുത് പേര്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതെ, അനുഭവമുള്ളവർ പറയുമ്പോ കേൾക്ക, ഇല്ലെങ്കിൽ അനുഭവിക്കും. അനുഭവമുള്ള ഒരാളുണ്ടായിട്ടാണോ ഈ തോന്നിയ ദിവസം കാണിച്ചു വെച്ചേക്കുന്നത്? എന്ത്? ആ തലക്കരിക്കുന്ന വിളക്കിൽ എത്ര തിരി ഇട്ടേക്കാണ്? 2 തിരി. നമ്മൾ എവിടെയെങ്കിലും 2 തിരി ഇടുന്ന കണ്ടിട്ടുണ്ടോ? ഒറ്റ തിരി, ഒരേ ഒരു തിരി. ഇതാ പാലം മുതൽ കിണറ്റങ്കര വരെയുള്ള സകല വീട്ടിലെയും മരണത്തിന് വന്നിട്ടുള്ള ആളാ ഞാൻ. ഈ വീടുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള 2 തിരിയാ, ഇവിടെയും അത് മതി. മോനെ, ഞാനൊരു കാര്യം പറയാം. 2 തിരിയൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും സംഭവിച്ച് അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടാതെ വന്ന എന്നോട് പരാതി പറയരുത് കേട്ടോ. ജീവിച്ചിരിക്കുമ്പോഴേ ഒരാളും മരിക്കുമ്പോ ജീവിച്ചിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇനി എന്തൊക്കെ ചെയ്യണ്ടെന്ന് പലതും തോന്നും. അതിന്റെ പിന്നാലെ പോവാൻ നിൽക്കണ്ട. കാര്യങ്ങൾ നന്നായി നടക്കട്ടെ. അതിനുള്ള വഴി എന്താണെങ്കിൽ നോക്കൂ. മോനെ, കർമ്മിയെ മാമൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ. കർമ്മീനെ ഞാൻ ഈ കാര്യം എന്നോട് അറിയിച്ച ഉടനെ പറഞ്ഞ് ഏൽപ്പിച്ചണ്ടാ. കർമ്മിക്ക് ഞാൻ കാശും അഡ്വാൻസ് ആയിട്ട് ഒരു 50 റുപ്യ കൊടുത്ത് വണ്ടിയിൽ ഇങ്ങോട്ട് വരാനായിട്ട്, എന്നിട്ടാ വന്നേക്കണേ. 3 കർമ്മിയും വരട്ടെ. എന്തിനാ ഒരാളല്ലേ മരിച്ചിട്ടുള്ളൂ? നീ ആരെ ഏൽപ്പിച്ചുള്ളത്? ഞാൻ നമ്മുടെ സുഗതം കർമ്മിയില്ലേ. എന്നാ കുഴപ്പമില്ല, സുഗതം കർമ്മിക്കാണ് ഞാൻ 50 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് വന്നേ. അതെ, ഇത് കേട്ട ഉടനെ ആദ്യം സുഗതം കർമ്മീനെ വിളിച്ചത് ആരാണെന്നൊന്നും സുഗതനോട് ചോദിക്കുക. അതെന്റെ കാശും മേടിക്കാറില്ല. അമ്മാവാ, മന്മൂമ്മാവാ, ഇതൊരു മരിച്ച വീടാണ്. എന്റെ അച്ഛനാ മരിച്ചു കിടക്കണ. നിങ്ങൾ ഇവിടെ കിടന്ന് തർക്കിക്കല്ലേ. ആളുകൾ കൂടിയേക്കണ കണ്ടില്ലേ? എന്തെങ്കിലും ആലോചിച്ചിട്ട് ചെയ്യാം. നിങ്ങൾ തലക്ക് ഞാൻ ആലോചിച്ചുള്ളൂ.
എന്താ കുട്ടികൾക്ക് പറഞ്ഞാലും മനസ്സിലാവും. ഇതൊക്കെ എന്തിനാ എന്റെ പിന്നാലെ അങ്ങോട്ട് കൊണ്ട് ഓടി നടക്കുന്നത്? Ta ta kilati nakate ta ta kilati ta 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 kilati nakate ta ta Marimayam